മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 ലക്ഷത്തോളം കുട്ടികളാണ് ഇക്കുറി 1-ാം ക്ലാസ്സിലെത്തുക എന്നതാണ് വിലയിരുത്തൽ. ആദ്യ ആഴ്ചയിൽ പാഠപുസ്തക പഠനമില്ല എന്നതും ഈ അധ്യയന വർഷത്തിന്റെ പ്രത്യേകതയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് പ്രവേശനോത്സവ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കോഴിക്കോട് നിന്നും അബിന പി ചിറക്കലിലേക്കാണ്. അബിന, അക്ഷരമുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ് കുരുന്നുകൾ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? ആദിത്യ, തീർച്ചയായും കുട്ടികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. അതോടൊപ്പം തന്നെ മന്ത്രിക്കൊപ്പം പി ടി റഹീം MLA കൂടാതെ കളക്ടർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും. ഈ കുട്ടികളെ ഇപ്പോൾ സ്വീകരിച്ച് ഇവിടേക്ക് ഇരുത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് ബലൂണുകളും തലയിൽ എന്താ മോളെ തലയിൽ എന്താണ് ഇതെന്താ തലയിൽ എന്താ ബാബേ ഇതെന്താ കയ്യിലുള്ളത്? എന്താ ദേവിക എത്ര ക്ലാസ്സിലേക്കാ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇഷ്ടപ്പെട്ടോ? ടീച്ചർമാരെ കണ്ടോ? എന്താ ടീച്ചർമാരെന്താ പറഞ്ഞത്? കരഞ്ഞായിരുന്നോ വന്നപ്പോ? സന്തോഷാണോ? തീർച്ചയായും കുട്ടികൾക്ക് ഒരു ഭാഗത്ത് സന്തോഷം, ഒരു ഭാഗത്ത് സങ്കടം, എങ്ങനെയാണ് പോകുന്നത്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ കൗതുകം തന്നെയാണ് ഇത്തവണ ഈ ഒരു സ്കൂൾ പ്രവേശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ ഫ്രണ്ട് ഭാഗത്തെല്ലാം, സ്കൂളിന്റെ ഫ്രണ്ട് ഭാഗത്തെല്ലാം ആനയും അതോടൊപ്പം തന്നെ റോബോട്ടിക് ആനയും കൂടാതെ തെയ്യം തുടങ്ങിയ വിദ്യാർത്ഥികൾ കുട്ടികൾ ഇന്ന് വരെ കാണാത്ത ഒരുപാട് കാര്യങ്ങളാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. മോനെ പേരെന്താ? ഓ, അനുഷ്കൻ. എന്താ വായിക്കുന്നേ? പുസ്തകത്തിൽ എന്താ ഉള്ളേ? ഇതെന്താ? It's our pleasure and prestige to welcome the Honorable Minister. It's indeed a moment of pride and privilege as we welcome a distinguished leader whose dedication and dynamic vision to inspire public service in our state. ഒരു പാട്ട് പാടി തരുമോ? For public affairs, Mr. കാക്കിയുടെ പാട്ട് അറിയോ? ഓക്കെ, അപ്പോൾ ഒരു ചെറുതായിട്ടൊരു നാണമൊക്കെ വരുന്നുണ്ട് പാട്ട് പാടാൻ പറയുമ്പോൾ. എങ്കിൽ പോലും 1-ാം ക്ലാസ്സിലേക്കുള്ളൊരു പ്രവേശനം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശം തന്നെയാണ്. അതോടൊപ്പം തന്നെ കൗതുകവും നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്ക് ബലൂണും അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങളും ഈ തൊപ്പികളും അതോടൊപ്പം തന്നെ ചെട്ടി ബിയർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് കുട്ടികളെ വരവേൽക്കുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷം ഇവിടെ നിന്നും ഹൈസ്കൂളിൽ അതോടൊപ്പം 5-ാം ക്ലാസ്സിൽ നിന്നും എല്ലാം തന്നെ ഇവിടെ പോയ വിദ്യാർത്ഥികൾ വീണ്ടും കാണുന്ന ഒരു സന്തോഷവും കുട്ടികൾ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നാണ് ഇവിടുത്തെ ഈ പ്രവേശനോത്സവത്തിന്റെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപകരെല്ലാം തന്നെ വലിയ തിരക്കിലാണ്. പെരിങ്ങോളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഉദ്ഘാടന പരിപാടികൾ. പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, തിരുവനന്തപുരത്തെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തെ സ്കൂളുകളുടെ വിശേഷം എന്ന് പറയുമ്പോൾ ഇന്ന് 1-ാം ക്ലാസ്സിലെ പ്രവേശനോത്സവത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഓരോ ദിവസം കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കുമ്പോൾ അറിയാം കരഞ്ഞുകൊണ്ടെത്തുന്ന കുറേ പേരുണ്ട്. പക്ഷേ ഇത്തവണ കരഞ്ഞു കൊണ്ടെത്തുന്നവർ വളരെ കുറച്ചാണ്. എല്ലാവരും സന്തോഷത്താണ്. ചിലർ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു മൂഡിലിരിക്കുകയാണ്. അങ്ങനെ ഓരോ കുരുന്നുകളും എല്ലാവരും തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ എന്തായാലും ഇനി പ്രവേശനോത്സവ പരിപാടി അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. അതിനുശേഷം ഇനി ക്ലാസ്സുകളിലേക്ക് പോകുന്നതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. അതായത് ഇവർ ഇനി ക്ലാസ്സിലേക്ക് പോകും, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തും. നല്ല സന്തോഷത്തോടെയുള്ള ഒരു ദിവസം തന്നെയാണ്. അങ്ങനെയാണ് ഇനി ഇവരുടെ മുന്നിൽ, അതായത് വേനലവധിയെല്ലാം കഴിഞ്ഞ മറ്റു കുട്ടികളെത്തുമ്പോഴെല്ലാം 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നവർ ആദ്യമായി സ്കൂളിൽ പടി ചവിട്ടുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലായിരിക്കും ഇനി ഈ കുഞ്ഞുങ്ങളൊക്കെ എത്തുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്.
മോനെ സ്കൂളിൽ 1ാം ക്ലാസ്സിലാണോ? സ്കൂളിൽ അവധി സ്കൂളിലേക്ക് എത്തുകയല്ലേ? ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നത്? ബുക്കൊക്കെ കിട്ടിയോ? എന്താ സന്തോഷം എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ടീച്ചർമാരെയൊക്കെ കണ്ടോ? ആണോ? എല്ലാവരും ഇങ്ങനെ മറുപടിയൊക്കെ പറഞ്ഞു വരികയാണ്. ഏതായാലും ഈ കുട്ടികളെല്ലാം ആരും കരയുന്നില്ല എന്നുള്ളതാണ്. അതായത് മാതാപിതാക്കളുടെ ഒപ്പം എത്തുന്നു. ഇപ്പോൾ എല്ലാവരും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു നിരയിലിരിക്കുന്നതെല്ലാം 1ാം ക്ലാസ്സിലേക്ക് വരുന്നവരാണ്. 1ാം ക്ലാസ്സിലേക്ക് എത്തുന്ന അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്കൂള് കോട്ടയം സ്കൂളിൽ 4 ഡിവിഷനുകളാണ്. എല്ലായിടത്തും 20ഓളം വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും തയ്യാറാക്കി സ്വീകരിച്ച് ടീച്ചർമാരെല്ലാം അവരെ സ്വീകരിച്ച് എത്തിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലായിട്ട് നിൽക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. മോന്റെ പേരെന്താ? ആണോ? ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് വരുന്നേ? ക്ലാസ്സിലെത്തിയോ? എങ്ങനെയുണ്ട് സ്കൂൾ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൂട്ടുകാരൊക്കെ കണ്ടോ? ആദ്യമേ അപ്പുറത്തെ സ്കൂളിലുണ്ടായിരുന്ന കൂട്ടുകാരെ ഇപ്പൊ തന്നെ. ആണോ? ആരാ കൂട്ടുകാരൻ? ഈ കൂട്ടുകാരനാണോ? പേരെന്താ മോന്റെ? ആണോ? സ്കൂൾ ഇഷ്ടപ്പെട്ടോ? അപ്പുറത്തെ ഒരാളുണ്ട്. അവിടെ ഉണ്ടോ? എല്ലാരും കൂട്ടുകാരാണ്. എല്ലാരും കൂട്ടുകാരാണ്. സ്കൂൾ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ടീച്ചേഴ്സിനെ കണ്ടോ? യൂണിഫോം ഇവിടെ തയ്ക്കാൻ കൊണ്ടേ അറിയാമോ? അറിയാം. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സ്കൂളിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും വലിയ സന്തോഷത്തിലാണ്. ഈ 1ാം ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഈ മുൻനിരയിൽ, 1ഉം 2ഉം ഒക്കെയാണ്. ഏതായാലും LP സ്കൂളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ആ സന്തോഷം അറിയാൻ സാധിക്കുന്നത്. ഓരോ കുരുന്നുകളും ഇങ്ങനെ സ്കൂളിലേക്ക് അവധിക്കാലം കഴിഞ്ഞെത്തുന്നവർ, ആദ്യമായി സ്കൂളിൽ എത്തുന്നവർ, അങ്ങനെ നിരവധി പേരാണ് സ്കൂളിലേക്ക് എത്തുന്നത്. ഏതായാലും സർക്കാർ സ്കൂളിൽ വേണ്ട സൗകര്യങ്ങളുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ ക്ലാസ് മുറികൾ. വേണ്ട സൗകര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പ്രവേശനോത്സവത്തിൻ്റെ സ്ക്രീനിങ് ഉണ്ടാവും. ഇവിടെയും ഒരു ഉദ്ഘാടന ചടങ്ങുണ്ട്. അതിനുശേഷം ഇവരെല്ലാം ക്ലാസ്സിലേക്ക് പോകും. ഇനി ഒരു 1-2 ആഴ്ചയിൽ പുസ്തകങ്ങളെക്കാൾ അപ്പുറം ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കും. കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് വാർത്തെടുക്കാനുള്ളൊരു തീരുമാനം, പുതിയ ഒരു തീരുമാനമാണ്. അത് വളരെ ഒരു സ്വീകാര്യത ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അതായത് കരഞ്ഞുകൊണ്ട് വരുന്നവരെ കണ്ടു കിട്ടാനില്ല എന്ന് വേണം പറയേണ്ടത്. അങ്ങനെ ഒരു പ്രവേശനോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് നിന്നും വിനയ രാശിയായിരുന്നു. വിനയ, ആദ്യമായി സ്കൂളിലെത്തുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ വേനൽ അവധി കഴിഞ്ഞെത്തുന്നവരുമുണ്ട്. എന്തൊക്കെയാണ് എറണാകുളത്ത് നിന്നുള്ള വിശേഷങ്ങൾ? ദീപ്തി, പിള്ളേരെന്തായാലും നമ്മളെ പോലെ ഒന്നല്ല. കാരണം വന്നപ്പോൾ മുതൽ ഞാൻ ഒരാൾ പോലും കരഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരുന്നു സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുട്ടി പോലും കരയുന്നില്ല എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇത് നഴ്സറിയിലോട്ട് പോകുന്ന രാജകുമാരികളും രാജകുമാരന്മാരുമാണ്. ഇപ്പുറത്ത് 1ാം ക്ലാസ്സിലോട്ട് പോകുന്ന പൂമ്പാറ്റ കുട്ടികളാണ്. എല്ലാവരും ഭയങ്കര മിടുക്കുമാരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പേര് അറിയില്ലേ? അത് ശരി. അപ്പൊ എന്താ പേര്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2ാം ക്ലാസ്സിലോ? നഴ്സറിക്കല്ലേ പോകുന്നേ? കൂട്ടുകാരനൊക്കെ കിട്ടിയോ? ഒരു പാട്ട് പാടിത്തരോ ചേച്ചിക്ക്? ശരി. ഇതിപ്പോ പാട്ട് പാടിയോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ട് പാട്ട് പാടിയെന്നുള്ള സൗണ്ട് നമുക്ക് കേൾക്കുന്നില്ല. കുട്ടി പാടിയെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ നഴ്സറിയിലോട്ട് പോകാനുള്ള കുരുന്നുകളാണ്. എന്താ പേര്? ആരുടെ കൂടെ വന്നേ സ്കൂളിലോട്ട്? അമ്മയുടെ കൂടെയാണോ? സ്കൂളിലേക്ക് വരാൻ ഇഷ്ടമാണോ? കൊറേ കൂട്ടുകാരനൊക്കെ കിട്ടിയോ? ആരും ചന്ത ഡ്രസ്സൊക്കെ മേടിച്ചെന്നേ പറയില്ലേ? ഭയങ്കര നാണ, എല്ലാവർക്കും ഭയങ്കര നാണ. ഇവിടെ ഞാൻ അവിടെ നിൽക്കുമ്പോ ഒരു കൊച്ചു കുട്ടി ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ നമുക്ക് അവളുടെ അടുത്തേക്ക് എന്താ മോളുടെ പേരെന്താ? ഇതെന്താ തലയിൽ എന്താ വെച്ചിരിക്കുന്നേ?
നല്ല ചിരിയാട്ടോ. ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഡാൻസ് കളിച്ചു തരുമോ? ഒരു ഡാൻസ് കളിക്കുവോ? എണീറ്റക്ക്. ഇവിടെ കിടന്ന് നേരത്തെ വൻ ഡാൻസ് ആയിരുന്നേ, ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇപ്പൊ ആൾക്കൊക്കെ ഭയങ്കര നാണക്കേടായിരിക്കുക. എന്തോ ചിരിയെ നോക്കേ, എല്ലാവരും ഭയങ്കര നേരത്തെ ഇവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ 1ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോ അമ്മയുടെ കയ്യെ പിടിച്ച് കരഞ്ഞിട്ടൊക്കെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ നോക്കി നോക്കി കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു കരച്ചിലും ഇല്ല, ഭയങ്കര ഹാപ്പിയാ. എന്താണ് ഇനിയിപ്പോ ഇപ്പൊ എങ്ങനെയാണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് കരയോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ഹാപ്പി. എല്ലാവരും ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നു. നേരത്തെ ഇവിടെ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇത് നഴ്സറിയിൽ പോകുന്ന സുന്ദരിമണികളും സുന്ദരന്മാരൊക്കെയാണ്, രാജകുമാരിമാര്. എന്താ തലയിൽ എന്താ പറയില്ലേ? ഇവിടെ ആരും പറയുന്നില്ല കേട്ടോ. നേരത്തെ ഭയങ്കര ആഹ്ലാദമായിരുന്നേ, പക്ഷെ ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ലെന്നേ. ഇപ്പുറത്ത് വരുവാണെങ്കിൽ ഇത് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. ഇവിടെ 1ാം ക്ലാസ് പഠിക്കുന്ന 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളാണുള്ളത്. അവരും ആണെങ്കിലും നല്ല സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഹലോ, എന്താ പേര്? ജനനി. 1ാം ക്ലാസ്സിലോട്ടാണോ? സ്കൂളിൽ വരാൻ ഇഷ്ടമാണോ? സ്കൂൾ ഇഷ്ടമാ? ഇവിടെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സിനെ കിട്ടിയോ? കൂട്ടുകാരനെ കിട്ടിയോ? മനസ്സിലായില്ല. കിട്ടിയോ? ആരോ ഫ്രണ്ട്സ്? ആരാ കൂട്ടുകാരാരാ? എവിടെ കൂട്ടുകാരെവിടെ? എല്ലാരും കൂട്ടുകാരല്ലേ? എല്ലാരും നമ്മുടെ കൂട്ടുകാരാ അല്ലേ? പാട്ട് പാടാൻ അറിയോ? അറിയില്ല. ഡാൻസ് കളിക്കാൻ അറിയോ? ഈ ചന്ത ഡ്രസ്സൊക്കെ ആരാ മേടിച്ചെന്നേ? ടീച്ചറോ? ഡാൻസ് ടീച്ചറോ? അപ്പൊ ഡാൻസ് കളിക്കാൻ അറിയോ? അന്ന് ചേച്ചിക്ക് വേണ്ടി ഒരു ഡാൻസ് കളിച്ചോ പ്ലീസ്? കളിക്കോ? നാടോ? എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള നാട്. എന്തായാലും ഇത് എറണാകുളം ഗേൾസ് സ്കൂളാണ്. ഇവിടെ 9:30 ഈ പ്രവേശനോത്സവം ആരംഭിക്കുന്നത്. TJ വിനോദ് MLA ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടി അല്ലെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം എത്തിയിട്ടുണ്ട്. കുരുന്നുകളാണെങ്കിലും ആദ്യമായി സ്കൂളിൽ കയറുന്നതിന്റെ ഒരു ടെൻഷനുള്ള, അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ ഭയങ്കര കൂളാണ്, ചിൽ മൈൻഡാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഒരാളും കരഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും നമ്മളും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് ഇവരുടെ ഈ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രവേശനത്തിന് വേണ്ടി എല്ലാവരും ഭയങ്കര അവിടെ യോയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടം യോയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് പോയി നോക്കാം എന്താണ് എന്നുള്ളത്. പ്രതികരിക്കുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ചോദിച്ചു നോക്കാം. ഹലോ, എന്താ പേര്? ഓരോരുത്തര് പറ. അമർനാഥ്. എത്രയല്ല പഠിക്കും നിങ്ങള്? 2. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ? ആണ്. അപ്പൊ വേനലവധി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് കളിച്ചോ? ഡാൻസ് നന്നായിട്ട് പിള്ളേരോട് കളിക്കാനൊക്കെ പോയോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചിട്ട് സ്കൂളിലേക്ക് വരാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു ഇത് വരുമ്പോ? ഇല്ല. കാരണം എന്താ മടി ഉണ്ടാവാണ്ടിരിക്കാൻ കാരണം? കൂട്ടുകാരനെ കാണാനുള്ളത് കൊണ്ട് വന്നതാണോ? കൂട്ടുകാരനെ കാണാൻ വേണ്ടി. നിങ്ങള് പാട്ടൊക്കെ പാടുവോ? 3 പേരും ഒരു പാട്ട് പാടിത്തരും നമുക്ക് വേണ്ടിട്ട്? ഇല്ലേ? അതില്ല. പിന്നെ എന്താ നിങ്ങൾക്ക് അറിയാ? അവിടെയൊക്കെ ഭയങ്കര യോയായിരിക്കും. പക്ഷെ നമ്മൾ ബൈക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പ്രതികരിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. എന്തായാലും ഇവിടെ ഇപ്പൊ ഭയങ്കര രസമായിട്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ദീപ്തി. ഇപ്പോൾ ആലപ്പുഴയിൽ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി